ചിലരിങ്ങനെയാ. നന്നായി മേല് വേദനിച്ചാൽ മാത്രമേ സത്യം പറയൂ. നേരാവണ്ണം ഞാൻ ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ, എനിക്കൊന്നും അറിയില്ല സർ എന്നൊരേ പല്ലവി. അതുകൊണ്ടാ കാനത്തിൽ രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചത്. എന്നിട്ടും നിനക്കൊരു കൂസലുമില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ പറ്റില്ലല്ലോ പോലീസിന്. അതുകൊണ്ട് നിന്റെ ദേഹത്ത് ഞാൻ കയറി അങ്ങ് മേയാൻ പോവാ. ഷർട്ടയക്ക്. അയ്യോ സാർ, ഷർട്ടയക്കടാ. സാറേ, ഞാൻ കള്ളം പറഞ്ഞതല്ല, അത് ഞാൻ ചെയ്തതല്ല. ലേഡീസിന്റെ ഡ്രസ് അഴിച്ച് പരിശോധിക്കുന്നിടത്ത് പിന്നെ എന്തിനാ നീ പോയത്? ആ ഫോണും കയ്യിലെടുത്തോണ്ട് അതും ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി പറയടാ. അത് സാർ, ഉത്തരവില്ല അല്ലേ? ഞാൻ ആ ഏരിയയിൽ കൂടെ നടക്കുമ്പോഴാ കരുണാകരൻ സാർ കയറി വരുന്നത് കണ്ടത്. എപ്പോ കണ്ടാലും ഒരു ജോലിയും ചെയ്യാതെ കറങ്ങി നടക്കുകയാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വഴക്ക് പറയും. അത് പേടിച്ച് സാറിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ആ കർട്ടന്റെ പിറകിൽ മറഞ്ഞു നിന്നേ ഉള്ളൂ സർ. മറഞ്ഞു നിൽക്കാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല അല്ലേ? ലേഡീസിനെ ചെക്ക് ചെയ്യുന്ന സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചു. എന്നാ പറഞ്ഞോ, അത് ചെയ്തത് നീയാണെന്ന് സമ്മതിക്ക്. വേണ്ട സാറേ, ഞാൻ പറഞ്ഞ സത്യോ. നിന്നെ ഞാനിത് പറയും. പറയണോ? അയ്യോ സാറേ, എന്തിനാ സാറേ എന്റെ മോനെ എങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കമ്പനിയിൽ ലേഡീസ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ച് വീഡിയോ പിടിക്കുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങളൊരു സ്ത്രീയല്ലേ, പറ. ഇവൻ ഈ കലാപരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആ ഫോൺ നിറയെ ലേഡീസിന്റെ വീഡിയോസ് ആണ്. ഞാൻ ഇത് വിശ്വസിക്കില്ല സാറേ. എന്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ തള്ളമാർക്കും മക്കള് പുണ്യാളന്മാരാ. ആ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും പുണ്യാളന്റെ തനിനിറം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനിയത്തിമാരും ചേച്ചിമാരുമായിട്ടാ ഇവൻ കാണുന്നത്. കൂട്ടത്തിലൊരു അനിയത്തിയ ഇവനെ കൈയോടെ പിടിച്ചു തന്നത്. ഇവൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നത് അവള് നേരിട്ട് കണ്ടതാ. മോനെ പ്രിയ, നിന്നെ കുറിച്ച് എന്തൊക്കെയാ ഈ സാറ് പറയുന്നേ? പക്ഷേ കുറ്റം ഇവൻ സമ്മതിക്കുന്നില്ല. കുറ്റം സമ്മതിക്കുന്നത് വരെ ഞാൻ ഇവനെ എടുത്തിട്ട് മെതിക്കും. കുറ്റം സമ്മതിച്ച തടി കൂടുതൽ കേടാവില്ല. അമ്മയല്ലേ, ബുദ്ധി പറഞ്ഞു കൊടുക്ക്. മോനെ, നീ തെറ്റ് ചെയ്തത് കണ്ടവരുണ്ടെന്നല്ലേ ഈ സാർ പറയുന്നേ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അമ്മയ്ക്കറിയില്ല എന്നെ. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യേയില്ല. അമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. കണ്ടില്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ആ ഫോൺ പിന്നെ അവിടെ പറഞ്ഞു വന്നതായിരിക്കും. തല്ലുവല്ല, തല്ലി കൊല്ല വേണ്ടവനെ. സാറേ, ഇനി എന്റെ മോനെ തൊട്ടാണ്ടല്ലോ. പോലീസിനെ ആരെയും തല്ലാനുള്ള അധികാരമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഇനി എന്റെ മോനെ തൊട്ടാ സാറിനെതിരെ ഞാൻ പരാതി കൊടുക്കും. സാറിനേക്കാളും വലിയ സാറിനും കോടതിക്കും എല്ലാവർക്കും ഞാൻ പരാതി കൊടുക്കും. പോയി പരാതി കൊടുക്ക്. പരാതി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഒരു കാലി ചാക്കൂടെ കൊണ്ടുവരണം. മോന്റെ എല്ല് വാരി എടുത്തോണ്ട് പോവാൻ. പിടിച്ചു പുറത്താക്കവരെ. ഞാനൊന്നും ചെയ്തിട്ടില്ല സർ.